إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അന്നൽ മുശ്രികീന ഖാലൂ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നു ചോദിച്ചു, ഉൻസുബ് ലനാ റബ്ബക്, മുഹമ്മദ് നിന്റെ റബ്ബിന്റെ പരമ്പര ഞങ്ങൾക്ക് പറഞ്ഞു തരണം, നിന്റെ റബ്ബിന്റെ വിശേഷണങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തു. സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരിൽ ഓരോ മുസ്ലിമിനും മനഃപ്പാഠമുള്ള സൂറത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അത് വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊന്നാണ്. സുലുസുൽ ഖുർആൻ, അല്ലാഹുൽ വാഹിദുസ് സ്വമദ്, സുലുസുൽ ഖുർആൻ, അത് വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊന്നാണ്. മാത്രമല്ല ഈ സൂറത്ത് നിസ്കാരത്തിൽ നിരന്തരമായി പാരായണം ചെയ്യുന്ന സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഖ്ബിർഹു അന്നല്ലാഹ യുഹിബ്ബുഹു, അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിസ്കാരത്തിൽ നിരന്തരമായി ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന ഒരു സ്വഹാബിയോട്, സ്വഹാബികൾക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കുന്ന ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ഈ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിനെ കുറിച്ച് വിവരിക്കുന്ന
അള്ളാഹുവിന്റെ വിശേഷണങ്ങളെക്കുറിച്ച് അറിയിക്കുന്ന ഈ സൂറത്ത്, അതിന്റെ വിശദീകരണം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഹീദ് സ്ഥാപിക്കുന്നുണ്ട്. പങ്കുകാരിൽ നിന്ന്, മറ്റ് ന്യൂനതകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ സ്വയം പരിശുദ്ധപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യോജിക്കാത്ത, അവന്റെ മഹത്വത്തിനും അവന്റെ ഔവമത്തിനും അവന്റെ ഗാംഭീര്യത്തിനും യോജിക്കാത്ത വിശേഷണങ്ങൾ റബ്ബിന് ചാർത്തി കൊടുക്കുന്ന ആളുകൾക്കുള്ള വ്യക്തമായ മറുപടിയും ഈ സൂറത്തിലുണ്ട്. അല്ലാഹു പറയുന്നു, ഖുൽ, നബിയെ ചോദിച്ചു വന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, ഹുവല്ലാഹു, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല, അഹദുൻ, അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല, ലാ നിദ്ദ ലഹു, അവന് യാതൊരു സമനുമില്ല, ഫീ അസ്മാഇഹി വലാ ഫീ സിഫാതിഹി വലാ ഫീ അഫ്ആലിഹി, അല്ലാഹുവിന്റെ നാമങ്ങളിൽ അല്ലാഹുവിന് യാതൊരു പങ്കുകാരോ ഒരു സമനോ ഇല്ല. അല്ലാഹുവിന്റെ വിശേഷണങ്ങളിൽ അല്ലാഹുവിന് പങ്കുകാരില്ല. അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അവന് യാതൊരു പങ്കുകാരോ സമനോ ഇല്ല. അവൻ തീർത്തും ഏകനാണ്. മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാൻ, ഇൻഹസറത് അലൈഹിൽ അഹദിയ്യ, ഏകത്വം എന്നുള്ളത് അല്ലാഹുവിൽ പരിമിതപ്പെട്ടിരിക്കുന്നു. ഏകത്വം എന്നുള്ളത് അല്ലാഹുവിൽ മാത്രം പരിമിതപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സകലമാന പരിപൂർണതയുടെയും വിശേഷണങ്ങൾ കൊണ്ട് അല്ലാഹു ഏകനാണ്. അല്ലാഹുവിനെ പോലെ ആരും തന്നെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. ആരാധനകളിൽ, നാമവിശേഷണങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഏകനാണ്. അവനെ പോലെ മറ്റാരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉന്നതങ്ങളായ അസ്മാഉൽ ഹുസ്നയുണ്ട്. ഏറ്റവും മനോഹരമായ വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളെല്ലാം പരിപൂർണതയുടെ വിശേഷണങ്ങളാണ്. ആ വിശേഷണങ്ങളിൽ ഒരു കുറവും ഒരു ന്യൂനതയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും യുക്തി ഒത്തായ പ്രവർത്തനങ്ങളാണ്, പരിശുദ്ധമായ പ്രവർത്തനങ്ങളാണ്. അതിൽ യാതൊരു ന്യൂനതയും കുറവുമില്ല. ഈ കാര്യങ്ങളിലൊന്നും അല്ലാഹുവിനോട് കിടപിടിക്കുവാൻ, അല്ലാഹുവിനോട് തുല്യതപ്പെടുവാൻ ഒരാളും തന്നെയില്ല. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ. അല്ലാഹു അഹദാണ്. അല്ലാഹു അഹദാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഹീദിന്റെ സ്ഥാപനമാണ്. തൗഹീദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, വ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ഇലാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനായ ഇലാഹാണ്. ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ഏകനായവൻ. അല്ലാഹു പറഞ്ഞു, ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹു മൂന്നിലൊന്നാണ് എന്ന് പറഞ്ഞവർ, മൂന്നാളുകളിൽ മൂന്നിൽ ഒരുവനാണ് എന്ന് പറഞ്ഞവർ, അവർ കുഫാറുകളായിരിക്കുന്നു, അവർ നിഷേധിച്ചിരിക്കുന്നു, കാഫിറുകളായിരിക്കുന്നു, നരകത്തിന്റെ അവകാശികളായിരിക്കുന്നു. വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദ്, റബ്ബ് മൂന്ന് ആളുകളിൽ ഒരുവനല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാഹു ഏകനാണ്. അല്ലാഹു മാത്രമാണ് ഏകൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാളുകളിൽ മൂന്നിൽ ഒരുവനല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുകയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിശദീകരിച്ച മക്കയുടെ ഓരങ്ങളിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ ചുട്ടുപൊള്ളുന്ന മണലിൽ മുശ്രിക്കുകൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിക്കുമ്പോൾ ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അഹദുൻ അഹദ് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം ഇതാണ്. വിശുദ്ധ ഖുർആനിൽ ഓരോ മുസ്ലിമും മനഃപ്പാഠമാക്കിയ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിന്റെ വിശദീകരണം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സ്വമദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വമദാൻ. അല്ലാഹുവിന് യാതൊരുവന്റെയും ആശ്രയം ആവശ്യമില്ല. അല്ലാഹു നിരാശ്രയനാണ്. എന്നാൽ അല്ലാഹു അല്ലാത്ത ആളുകൾ അവരെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അവരെല്ലാവരും അല്ലാഹുവിലേക്ക് ആശ്രയിച്ച് ചെല്ലുന്നവരാണ്. അതാണ് അല്ലാഹു സ്വമദ് എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന് ഒരു പടപ്പിന്റെയും ആശ്രയം ആവശ്യമില്ല, ഒരുവന്റെയും സഹായം ആവശ്യമില്ല. അല്ലാഹു ഗനിയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധന്യനാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. മനുഷ്യരെ, നിങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആവശ്യക്കാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിങ്ങളിൽ നിന്ന് ധന്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന്, അവന്റെ പടപ്പുകളിൽ നിന്ന് ധന്യരാണ്. ഇതാണ് അല്ലാഹു സ്വമദ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം. എന്നാൽ മനുഷ്യന്മാർ, അല്ലാഹുവിന്റെ പടപ്പുകൾ ഓരോ നിമിഷവും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. ഒരു കണ്ണ് വെട്ടി തുറക്കുന്ന സമയമത്രയും ആ സമയം പോലും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ് ഓരോ മനുഷ്യരും. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുവേ, കണ്ണ് ഒന്ന് വെട്ടി തുറക്കുന്ന സമയമത്രയും ആ സമയം പോലും എന്നിലേക്ക് നീ ഏൽപ്പിക്കരുതേ റബ്ബേ. സ്വന്തം കാര്യം സ്വന്തത്തിലേക്ക് ഒരു കണ്ണ് വെട്ടി തുറക്കുന്ന സമയത്തേക്ക് പോലും ഏൽപ്പിക്കല്ലേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന. ആ ഒരു സമയം പോലും അല്ലാഹുവിലേക്ക് നമ്മൾ ആവശ്യക്കാരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരാളുടെയും ആശ്രയം ആവശ്യമില്ല. സ്വമദ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, അസ്സമദുൽ ലദീ ലാ യഅകുലു വലാ യശ്റബ്. അല്ലാഹുവിന്റെ സ്വമദ് എന്ന നാമത്തിന്റെ അർത്ഥം തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവൻ, ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും ആവശ്യമില്ലാത്തവൻ. അല്ലാഹു പറഞ്ഞില്ലേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യന്മാരെയും ഞാൻ സൃഷ്ടിച്ചത് എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയാണ്. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. മനുഷ്യന്മാരിൽ നിന്ന് ഒരു റിസ്ഖും ഒരു ഉപജീവനവും എനിക്ക് വേണ്ടതില്ല, എനിക്ക് ആവശ്യമില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ. മനുഷ്യന്മാർ എന്നെ ഭക്ഷിപ്പിക്കണം, എനിക്ക് ഭക്ഷണം തരണം എന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. അല്ലാഹുവിന് ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ധന്യനാണ്. അതാണ് അസ്സമദ് എന്ന് പറഞ്ഞാൽ. അതിന്റെ വിശദീകരണമായി ചില പണ്ഡിതന്മാർ, ചില മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു കുറവുമില്ലാത്ത, ഒരു ന്യൂനതയുമില്ലാത്ത, പരിപൂർണതയുടെ വിശേഷണങ്ങളുള്ള റബ്ബാണ്. മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള ന്യൂനതകളിൽപ്പെട്ടതാണ് തിന്നലും കുടിക്കലും മയക്കവുമെല്ലാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അവനൊരു മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. ഒക്കെ മനുഷ്യന്മാരുടെ ന്യൂനതകളാണ്. ആ ന്യൂനതകളും കുറവുകളും റബ്ബ് സുബ്ഹാനഹു വ തആലക്കില്ല. അതാണ് അല്ലാഹു സ്വമദ് എന്ന് പറഞ്ഞാൽ. ചില മുഫസ്സിറുകൾ പറഞ്ഞു, അല്ലാഹു സ്വമദ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം തൊട്ടടുത്തുള്ള ആയത്താണ്.
എന്താണ് അല്ലാഹു സ്വമദ് എന്ന് പറഞ്ഞാൽ? ലം യലിദ് വലം യൂലദ്, ജനിക്കാത്തവനും ജനിപ്പിക്കാത്തവനുമാണ്, പിതാവില്ലാത്തവനും പുത്രനില്ലാത്തവനുമാണ്. സ്വമദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനൊരു കുട്ടിയില്ല. സ്വമദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനൊരു പിതാവില്ല, ഒരു പിതാവോ ഒരു പുത്രനോ ഇല്ലാത്ത അവനാണ് അസ്വമദ് എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ലൈസ ശൈഉൻ യൂലദു ഇല്ലാ സയമൂത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിച്ചവനല്ല. കാരണം എന്താ? ജനിച്ചവരെല്ലാം മരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യമൂത്, അവനൊരിക്കലും മരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിച്ചവനല്ല. അതുപോലെ തന്നെ മരിക്കുന്നവരെല്ലാം അനന്തരം നൽകും, അവർക്ക് ശേഷം അനന്തരാവകാശികൾ ഉണ്ടാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു അനന്തരാവകാശിയുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മരണമില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് ഒരു അനന്തരാവകാശിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് സാദൃശ്യമുള്ള, അവനോട് തുല്യതയുള്ള, അവനെപ്പോലെ ഒരാളുമില്ല. അതാണ് ലം യലിദ് വലം യൂലദ്, അല്ലാഹു സ്വമദ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വിശദീകരണം അതാണ്. മുഫസ്സിറുകൾ പറഞ്ഞു, ലാ വലദ ലഹു, അല്ലാഹുവിനൊരു കുട്ടിയില്ല. വലാ വാലിദ, അല്ലാഹുവിനൊരു പിതാവില്ല. വലാ സാഹിബ, അല്ലാഹുവിനൊരു കൂട്ടുകാരി, ഒരു ഭാര്യ, ഒരു ഇണയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ബദീഉസ് സമാവാതി വൽ അർദ്, ഈ കാണുന്ന ആകാശവും ഈ വിശാലമായ ഭൂമിയും മുൻമാതൃകയില്ലാതെ പടച്ചവനാണ് അല്ലാഹു. അന്നാ യകൂനു ലഹു വലദ്, ആ അല്ലാഹുവിന് എങ്ങനെയാണ് ഒരു കുട്ടിയുണ്ടാവുക? വലം തകുൻ ലഹു സാഹിബ, അല്ലാഹുവിനൊരു ഇണയുണ്ടായിട്ടില്ല. പിന്നെങ്ങനെയാണ് അല്ലാഹുവിനൊരു കുട്ടിയുണ്ടാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് ഹുവൽ അവ്വലു വൽ ആഖിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ ഉള്ളവനാണ്, തുടക്കമില്ലാത്തവനാണ്, ഒടുക്കവുമില്ലാത്തവനാണ്. അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ശൈഉൻ, അല്ലാഹുവേ നീയാണ് തുടക്കമില്ലാത്തവൻ, ആദ്യമേ ഉള്ളവൻ, നിനക്ക് മുൻപ് ഒന്നും തന്നെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കമില്ലാത്തവനാണ്, ഒടുക്കവുമില്ലാത്തവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന് കുട്ടിയുണ്ട്, അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നവർക്ക് ശക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന് കുട്ടിയുണ്ട്, അല്ലാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിച്ചവർ നസ്രാനികളാണ്. അവർ പറഞ്ഞു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞു. ജൂതന്മാർ ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞു. മുശ്രിക്കുകൾ പറഞ്ഞു മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ ശക്തമായ മറുപടികൾ നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു, അൽഹംദുലില്ലാഹി അല്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻ ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യമായ അല്ലാഹു പറഞ്ഞത് അല്ലാഹു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവരെ താക്കീത് ചെയ്യുന്നതിന് വേണ്ടി എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്ന് ഈ പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് എന്ന് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു പറഞ്ഞു, വഖാലു ഇത്തഖദ അർ-റഹ്മാനു വലദ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, അവരാ പറഞ്ഞതിലൂടെ വളരെ ഗുരുതരമായ വാദമാണ് ഉന്നയിച്ചിട്ടുള്ളത്. തകാദു അസ്സമാവാതു യതഫത്തർന മിൻ, അവർ പറഞ്ഞ ആ വാക്കിന്റെ ഗൗരവം കാരണം
ആകാശങ്ങൾ അത് പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട്. വതൻഷഖുൽ അർള്, ഭൂമി അത് പിളരാറായിട്ടുണ്ട്. വതഖിറുൽ ജിബാലു ഹദ്ദാ, പർവ്വതങ്ങൾ അത് തകർന്നു വീഴുമാറായിട്ടുണ്ട്. അത്രയും ഗുരുതരമായ വാദമാണത്. അൻദഉ ലിർറഹ്മാനി വലദ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കുട്ടിയുണ്ട് എന്ന് വാദിച്ചതിന്റെ ഗൗരവം അത്രയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, അല്ലാഹുവിന് യോജിച്ച കാര്യമല്ല ഒരിക്കലും കുട്ടിയെ സ്വീകരിക്കുക എന്നുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. അബൂ മൂസ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ അഹദ അസ്ബറു അലാ അദാ യസ്മഉഹു മിനല്ലാഹി അസ്സ വജൽ. ഒരു മോശമായ ഒരു ഉപദ്രവമുള്ള ഒരു വാക്ക് കേട്ടിട്ട് അതിന്റെ പേരിൽ അള്ളാഹുവിനേക്കാൾ ക്ഷമിക്കുന്നവനായി മറ്റൊരാളുമില്ല. കാരണം എന്താ? ഇന്നഹു യുശ്റകു ബിഹി, അള്ളാഹുവിൽ അവന്റെ പടപ്പുകൾ അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു. വയുജഅലു ലഹുൽ വലദ്, അവന് കുട്ടിയുണ്ട് എന്ന അതിക്രമമായ വാദം അള്ളാഹുവിലേക്ക് അവർ ചേർത്തി പറയുന്നു. സുമ്മ ഹുവ യുആഫീഹിം വയർസുഖുഹും, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സൗഖ്യവും ഉപജീവനവും നൽകുകയും ചെയ്യുന്നു. അപ്പൊ ഏറ്റവും മോശമായ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെപ്പറ്റി ആളുകൾ ഉന്നയിക്കുന്നു. ആ ഉന്നയിക്കുന്ന മോശപ്പെട്ട കാര്യത്തിൽ അള്ളാഹുവിനേക്കാൾ ക്ഷമിക്കുന്നവനായി മറ്റാരുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹു കുട്ടിയുണ്ട്, അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾക്ക് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് കൊടുക്കുന്നു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വശതമനി ഇബ്നു ആദം വലം യകുൽ ലഹു ദാലിക്, ആദമിന്റെ സന്തതികൾ മനുഷ്യന്മാർ അള്ളാഹുവിനെ പഴിക്കുന്നു, അള്ളാഹുവിനെ ചീത്ത പറയുന്നു. എന്താണ് അള്ളാഹുവിനെ ചീത്ത പറയുക എന്ന് പറഞ്ഞാൽ, ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹുവിനെ ചീത്ത പറയൽ. അതൊരിക്കലും മനുഷ്യന്മാർ ചെയ്യാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും സ്ഥിരപ്പെട്ട ഓരോ മുസ്ലിമും വിശ്വസിക്കേണ്ട അവന്റെ വിശ്വാസമാണ്. അത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്തുൽ ഇഖ്ലാസിലൂടെ അള്ളാഹു വളരെ വ്യക്തമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പോലെ ഒരാളും തന്നെയില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ അസ്-സമീഉൽ ബസീർ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. അള്ളാഹു എല്ലാം കേൾക്കുകയും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണ്. ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിനോട് പേരൊത്ത അള്ളാഹുവിനെ പോലെയുള്ള ആരെയെങ്കിലും നിങ്ങൾക്കറിയുമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ സൂറത്ത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ചുള്ള അവന്റെ വിശേഷണങ്ങളെ കുറിച്ചുള്ള വിശദീകരണമാണ് ഈ സൂറത്തിലുള്ളത്. അതിലൊരുപാട് ഗുണപാഠങ്ങൾ, ഒരുപാട് വിശ്വാസകാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പാഠങ്ങൾ ഇതിലടങ്ങുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد. ലോകത്ത് നസ്രാനികൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ ജന്മദിനം അത് കൊണ്ടാടാനുള്ള
തയ്യാറെടുപ്പിലാണ്. മുസ്ലിമീങ്ങളും അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനം, ആ ആഘോഷം നസ്രാണികളുടെ പിഴച്ച വിശ്വാസം അതിന്റെ പിൻബലത്തിൽ അവർ കൊണ്ടാടുന്ന ആഘോഷമാണ്. നസ്രാണികളുടെ വിശ്വാസം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന, അത് തീർത്തും വലിയ അപരാധമാണ് എന്നും അള്ളാഹുവിനോടുള്ള അതിക്രമമാണ് എന്നും അത് ശരിയായ വിശ്വാസത്തിനെതിരായ കാര്യമാണ് എന്നും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അത് മുൻനിർത്തി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നീചമായ വിശ്വാസത്തിന്റെ പിൻബലമുള്ള ഈ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്, അതല്ലെങ്കിൽ ആ ആഘോഷവുമായി ഏതെങ്കിലും നിലക്ക് സഹകരിക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ആ ആഘോഷത്തിൽ എന്തെങ്കിലും രീതിയിൽ സഹകരിക്കൽ, അതിൽ പങ്കെടുക്കൽ, അതിനുവേണ്ടി ആശംസ പറയൽ ഏറ്റവും വലിയ ഹറാമും കടുത്ത തിന്മയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനല്ല, അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലുമാണ്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാം അവരിലൂടെ ഒരു പിതാവില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവന്ന മഹാനായ പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ നസ്രാണികൾ പറയുന്നത് മസീഹ് ഇബ്നുല്ലാഹ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നസ്രാണികൾ പറയുന്നു മസീഹ് അല്ലാഹു ആണ് എന്ന് നസ്രാണികൾ പറയുന്നു. അവരുടെ പഴച്ച വിശ്വാസമാണ് ഇത്. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമയും അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകനുമാണ്. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ തന്നെയാണ്. ഖലഖഹു മിൻ തുറാബ്, അദ്ദേഹത്തിനെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ثم قال له كن فيكون, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ഉണ്ടായി. അങ്ങനെ അള്ളാഹു പറഞ്ഞ അള്ളാഹുവിന്റെ കലിമത്താണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വറൂഹും മിൻ, അള്ളാഹു സൃഷ്ടിച്ച ജിബ്രീൽ അലൈഹിസ്സലാം വഴി മറിയം ബീവി അലൈഹ സ്വലാത്തു വസ്സലാമയിലേക്ക് ജിബ്രീൽ ഊതിയ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത, അള്ളാഹു സൃഷ്ടിച്ച റൂഹുമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ പുത്രനല്ല, അള്ളാഹു അല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മാതാവ് ഒരു വ്യഭിചാരിണിയാണ് എന്ന് സമൂഹത്തിൽ ആരോപിക്കപ്പെട്ടപ്പോൾ ആ കൈക്കുഞ്ഞായിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്ത ഒന്നാമത്തെ മുഅ്ജിസത്തായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാചകം ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ്, അല്ലാഹു എനിക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജഅലനി നബി, അല്ലാഹു എന്നെ നബിയാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ മുസ്ലിമിന്റെ വിശ്വാസം ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ് എന്നല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അബ്ദും അള്ളാഹുവിന്റെ റസൂലുമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറയുകയും അതിന്റെ പേരിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും അതിന്റെ പേരിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നവരോട് ഒരു മുസ്ലിമിന് യാതൊരു ബന്ധവും ഉണ്ടാകുവാൻ പാടില്ല. ആ ആഘോഷങ്ങളോടും യാതൊരു സഹകരണവും ഉണ്ടാകുവാൻ പാടില്ല. എങ്ങനെയാണ് നമ്മളെ പടച്ച റബ്ബിനെ കുറിച്ച് ഇത്രയും വലിയ അപരാധം പറയുന്ന, ഇത്രയും വലിയ തോന്നിവാസം പറയുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സഹകരിക്കുവാനും അവരോടൊപ്പം ചേരുവാനും
അവരെപ്പോലെ അണിഞ്ഞൊരുങ്ങുവാനും ഒരു മുസ്ലിമിന് സാധിക്കുക? തന്റെ പിതാവിന് തനിക്ക് ഉണ്ടാകാത്ത ഒരു കുഞ്ഞ് ഉണ്ടായി എന്ന് പറയുകയും അതിന്റെ പേരിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുവന്റെ നിലപാട് എന്തായിരിക്കും ആ ആഘോഷങ്ങളോടും ആ ആഘോഷം സംഘടിപ്പിക്കുന്ന ആളുകളോടും ആ വിശ്വാസം പേർന്ന ആളുകളോടും? എങ്കിൽ ഈ ലോകം പടക്കുകയും നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകുകയും ചെയ്ത റബ്ബിനെ കുറിച്ച് ഇത്രയും വലിയ അപരാധം പറയുന്നത് എങ്ങനെയാണ് ഒരു മുസ്ലിമിന് തൃപ്തിപ്പെടുവാൻ സാധിക്കുക? വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ അടിമകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ, ഇതുപോലെയുള്ള വ്യാജങ്ങളായ മുശ്രിക്കുകളുടെ ആഘോഷങ്ങളിൽ യാതൊരു നിലക്കും സഹകരിക്കാത്ത സാക്ഷികളാകാത്ത ആളുകളാണ് റബ്ബിന്റെ അടിമകളെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അവരെ പോലെ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്ന റസൂലിന്റെ വാചകമത, ആരെങ്കിലും ഏതെങ്കിലും സമൂഹത്തിനോട് സാദൃശ്യപ്പെട്ടാൽ, നിന്റെ സാദൃശ്യപ്പെടൽ, നിന്റെ അണിഞ്ഞൊരുങ്ങൽ അത് ക്രൈസ്തവരോടാണ് എങ്കിൽ, അത് ജൂതന്മാരോടാണ് എങ്കിൽ, അത് പാശ്ചാത്യരുടെ തോന്നിവാസങ്ങളോടാണ് എങ്കിൽ നീ അവരിൽപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സഹോദരങ്ങളെ, എങ്ങനെയാണ് ഈ ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ, അവരോട് സാദൃശ്യപ്പെടുവാൻ നമുക്ക് സാധിക്കുക? മുസ്ലിമീങ്ങൾക്ക് രണ്ടാഘോഷമേ ഉള്ളൂ. ഈ രണ്ട് ആഘോഷങ്ങളല്ലാത്ത ഏതു ആഘോഷങ്ങളാണ് എങ്കിലും മുസ്ലിമിന് പാടില്ലാത്തതാണ്. ഒന്ന് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയുമാണ്. അതഭിമാനത്തോടുകൂടി ആഘോഷിക്കുവാൻ നമ്മൾ തയ്യാറാവുക. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അന്തസ്സും അഭിമാനവും തന്ന ഒരു ജനതയാണ് മുസ്ലിമീങ്ങൾ. ഈ ഇസ്ലാമിന്റെ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും വിട്ട് ജൂതന്റെയും നസ്രാണിയുടെയും പാശ്ചാത്യന്റെയും തോന്നിവാസങ്ങൾ നെഞ്ചിലേറ്റി അതിൽ അന്തസ്സും അഭിമാനവും ആഗ്രഹിച്ചു പോയാൽ അല്ലാഹു നമ്മളെ നിന്ദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യം വളരെ ഗൗരവമാണ്. കാര്യം വളരെ ഗൗരവമാണ്. ഇത് നമ്മൾ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ആഘോഷത്തിൽ നമ്മൾ പങ്കുചേരുകയാണ് എങ്കിൽ അവർക്കും നമ്മൾ സമ്മതം മൂളിക്കൊടുക്കുകയാണ്. ആ ആഘോഷത്തിന്റെ ആളുകൾക്കും നമ്മൾ തൃപ്തി അറിയിക്കുകയാണ്. അവരെ നമ്മൾ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗുണകാംക്ഷയുള്ള ഒരു മുസ്ലിമും ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ, ആ ആഘോഷങ്ങളുമായി സഹകരിക്കുവാൻ യാതൊരു നിലക്കും പാടില്ല എന്ന് വളരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ, അതിനനുസരിച്ച് നിലപാടുകൾ എടുക്കുവാൻ, അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നൽകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على عبده ورسوله محمد وعلى آله وصحبه أجمعين.